എന്റെ മകളെ മതപുരോഹിതനാണ് നശിപ്പിച്ചു കൊന്ന് കെട്ടി തൂക്കിയത്. എന്നിട്ട് തെളിവുകളെല്ലാം പാവർട്ടി സാന്റ് ജോസ് ഹോസ്പിറ്റലില്, തൃശ്ശൂര് പാവർട്ടി സാന്റ് ജോസ് ഹോസ്പിറ്റലില് നഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു എന്റെ മകള്. 12 ദിവസം മുന്നാണ് ഇങ്ങനെ CBI അന്വേഷണം. ഇങ്ങനെ വയൽ ആത്മഹത്യയാക്കിയാണ് റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ തെളിവുകളെല്ലാം എന്റെ മകൾക്ക് അനുകൂലമായിട്ട് ഇവര് അച്ഛന്മാര് ഇടപെട്ടിട്ടാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസുകൾ മറിച്ച് അവർക്ക് അനുകൂലമായിട്ട് കൊടുക്കുന്നത്. അഭയ കേസ് പോലെ സിസ്റ്റർ അഭയനെ ചെയ്തതുപോലെയാണ് എന്റെ മകളെ ഇവർ ചെയ്ത് തെളിവുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അത് മതപുരോഹിതര് ഇതില് വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവര് ചെയ്യാനുള്ളത് അവർ ചെയ്യും. മതപുരോഹിതര് ചെയ്യുന്നത് അറിയുന്നില്ല. അവർ റൂമിനകത്ത് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ ആർക്കും അറിയുന്നില്ല. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം ഇവര് അച്ഛനാകാൻ പോയാൽ അവരെ വന്ധ്യീകരണം നടത്തി അവരെ എന്താ പറയാ കാളക്കൂറ്റന്മാരെ വരിയോടച്ചു വിടില്ലേ, അതുപോലെ വേണം ഇവരെ അച്ഛന്മാരാക്കാൻ വിടണമെങ്കിൽ. എന്റെ മകളെ കൊന്നു കളഞ്ഞതാണ് ആ മതപുരോഹിതൻ. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 12 വർഷമായി ഞാൻ ഇതിനു വേണ്ടി പോരാടി നോക്കും. എന്തുകൊണ്ട് ആ കേസ് മാത്രം എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല? ബാക്കി നഖം വെട്ടി വിരലി വെട്ടി എവിടെ ഏത് അന്യനാട്ടിൽ കൊണ്ടുപോയി വിട്ടാൽ ഈ പോലീസുകാർ പിടിക്കും. എന്റെ മകളുടെ കേസ് മാത്രം എന്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിക്കാൻ വിട്ടു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ 3 മക്കളിൽ ഒരു ഏറ്റവും നല്ല കുട്ടി, അവളെ ഏറ്റവും നല്ല പഠനത്തിൽ എന്നെ കൂടെ അച്ഛന്മാരാൽ ഞാൻ അതിന് യാതൊരു സംശയമില്ല. ആ അച്ഛൻ അവിടുത്തെ ഡയറക്ടർ അച്ഛനാണ്. അവിടുത്തെ കന്യാസ്ത്രീമാരും കൂടെയാണ് എന്റെ മകളെ കൊന്ന് കെട്ടിത്തൂക്കാൻ സഹായിച്ചത്. തെളിവുകളെല്ലാം എന്റെ മകൾക്ക് അനുകൂലമായി. എന്തുകൊണ്ട് ഈ കേസ് തെളിയുന്നില്ല? തെളിയിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇവരെല്ലാരും പ്രസംഗത്തിൽ പറയുന്നു. കേസിന്റെ സ്ഥിതി അത് അവർക്കൊന്ന് പകുതി വരെ ഈ പോലീസുകാര് നമ്മളോട് അനുകൂലമായിട്ട് അവർ അന്വേഷണം കഴിഞ്ഞ് കൊടുത്തു, റിപ്പോർട്ട് കൊടുത്തു. പുനരന്വേഷണം വേണമെന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടും ഇപ്പം 1 വർഷമായി. എന്നിട്ട് ഇനി ജൂണിലേക്ക് കേസിന്റെ ഇത് വെച്ചിട്ടുണ്ട്. അത് പുനരന്വേഷണം കിട്ടണം, തെളിയണം. അതിനുവേണ്ടി കുറ്റവാളികളെ പിടിക്കണം. അതുകൊണ്ട് അവർക്ക് ശിക്ഷയും കൊടുക്കണം. ഇപ്പൊ അഭയ കേസിൽ തന്നെ ചെയ്തു വെച്ചത് ഇവർക്കറിയാം എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അത് ചെയ്യേണ്ടത്. അവര് ചെയ്ത തെറ്റുകൾ എങ്ങനെയാണ് മറിക്കേണ്ടതെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എനിക്ക് തെളിയിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണം. അത് തെളിയിക്കണം എന്ന് നിങ്ങൾ മീഡിയക്കാരും ഫ്ലവേഴ്സ് ചാനലിൽ അന്ന് കാണിച്ചിരുന്നു. ഇത് എന്റെ മകളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, പിടിച്ച് കാണിക്കുകയും ചെയ്തു. പക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അച്ഛന്മാരും ഈ മതപുരോഹിതരുമാണ് ഇത് തെളിയിക്കാണ്ട് മറച്ചുകൊണ്ട് നടക്കുന്നത്. സത്യം തെളിയണം. ദൈവം എവിടെ? എന്റെ മകളെ 12 വർഷമായി കൊന്നു. ഞാനൊരു സത്യവിശ്വാസിയായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ദൈവം ഇല്ലാന്ന്. ഇപ്പൊ എനിക്ക് ദൈവം ഇല്ലാണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പള്ളിയോ കുർബാനയോ പ്രാർത്ഥനയോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ മോളുടെ കേസ് തെളിയിക്കാൻ വേണ്ടി മാത്രം